ഒരു വാട്ടർ കളർ പെയിന്റിംഗ് ആണ്. അത് വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതി ആണ് ചെയ്തിട്ടുള്ളത്. പെൻസിൽ ആദ്യം അതിൻ്റെ സ്കെച്ച് ചെയ്തതിന് ശേഷം വാട്ടർ കളർ കേക്ക് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. പെൻസിലിൽ ഈസി ആയിട്ടൊരു സ്കെച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം വാട്ടർ കളർ കേക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് 0.4 ടൈപ്പ് റൗണ്ട് ബ്രഷാണ്. അത് മാത്രമല്ല, ഇതിന് പല രീതിയിലുള്ള മിക്സിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് വാട്ടർ കളർ കേക്കിലെ പല കളേഴ്സും ബ്രഷ് ഉപയോഗിച്ച് തന്നെ എടുത്ത് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്താണ് ആ പടം ചെയ്തിട്ടുള്ളത്. കൂടുതലും യെല്ലോ, ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, വയലറ്റ് എന്നിവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, വാട്ടർ കളർ ചെയ്യുമ്പോൾ ഒരിക്കലും ബ്ലാക്കോ വൈറ്റോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാൽ വാട്ടർ കളറിന്റെ തന്നെ ബ്ലാക്ക് പോലെ നമുക്ക് ബ്രൗണും ഗ്രീനും റെഡോ ബ്ലൂവോ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു ബ്ലാക്ക് വരുന്ന പോലെ ഒരു എഫക്റ്റിലുള്ള കളർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഉപയോഗിച്ചത്. പിന്നെ ഔട്ട്ലൈനായിട്ട് ഞാനൊരു പേനയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലാക്ക് പേന ഉപയോഗിച്ചാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത്. ആയതിനാൽ വളരെ ശ്രദ്ധാപൂർവം വരച്ച ശേഷം എല്ലാ വശത്തും നന്നായി ഔട്ട്ലൈനൂടെ കൊടുക്കേണ്ടതാണ്. ഈ പടം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു പടം വരയ്ക്കുമ്പോഴും ആകെ കാണാനുള്ള ഒരു ഭംഗിക്കായി ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ കൊടുക്കുന്നത് നല്ലതാണ്. അതിനാൽ നല്ല രീതിയിൽ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. ഇതുവരെ ഈ ചിത്രം കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.